പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. കോഴിക്കോട് ബസ്സിൽ വെച്ച് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്നുള്ള ആക്ഷേപം ഉയർന്ന ഉടൻ തന്നെ, അല്ലെങ്കിൽ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആ യുവതി പ്രചരിപ്പിച്ച ഉടൻ തന്നെ കോഴിക്കോട് സ്വദേശിയായ ദീപക് മരിച്ചതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. നാടൊട്ടുക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയും പോലീസിന് പരാതികളുടെ കൂമ്പാരം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കൊട്ടക്കണക്കിന് പരാതിയാണ് ഇപ്പോഴത്തെ സ്റ്റേഷനിൽ അടിഞ്ഞുകൂടുന്നത്. മുഖ്യമന്ത്രിക്ക് അടക്കമുള്ളവർ ഇതുപോലെ നിരവധി പേർ പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്, കോഴിക്കോട് ബസ് യാത്രയിൽ വെച്ച് ദീപക് എന്നയാൾ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നും ആരോപിച്ചുകൊണ്ടുള്ള വീഡിയോ വെള്ളിയാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. അത് വലിയ തരത്തിൽ നെഗറ്റീവ് കമൻറ്റുകളും അതുപോലെ തന്നെ ദീപക്കിനെതിരായ കമൻറ്റുകളും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ആ യുവതിക്കെതിരായ കമൻറ്റുകളും അതിൽ നിറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വലിയ തരത്തിൽ ഷെയറുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വീഡിയോ പെട്ടെന്നങ്ങ് വൈറലാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ വാർത്ത പുറത്തു വന്ന നിമിഷങ്ങൾക്കകം, അല്ലെങ്കിൽ ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം അറിയുന്നത്, അതായത് കഴിഞ്ഞ ദിവസം അറിയുന്നത്, ദീപക് എന്ന യുവാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. രണ്ട് മക്കളുടെ പിതാവായ ദീപക് ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം. അവിടെ ഈ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കണ്ടുവരാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. നിങ്ങളിപ്പോൾ കണ്ട വീഡിയോയിൽ ഈ ദൃശ്യങ്ങളാണ് ആ യുവതി പ്രചരിപ്പിച്ചിരിക്കുന്നത്. അതിൽ ദീപക് യുവതിയോട് ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതാണ് യുവതി ആരോപിക്കുന്നത്. എന്നാൽ പലരും പറയുന്നത്, നിരവധി പേർ ആവർത്തിച്ച് പറയുന്നത്, ആ വീഡിയോ ദൃശ്യങ്ങളിൽ ഒരിടത്തും യുവതിക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നതിന് യാതൊരു തെളിവും ഇല്ല എന്നുള്ളതാണ്. അവിടെ അത്രയും തിരക്കുണ്ടായിരുന്ന സ്ഥലത്തും അല്ലെങ്കിൽ തിരക്കില്ലാതിരുന്ന സ്ഥലത്തും ആംഗിളുകൾ മാറ്റി വീഡിയോ എടുക്കാൻ ശ്രമിച്ച യുവതിക്ക് അങ്ങനെ അതിക്രമം ഉണ്ടായെങ്കിൽ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നൊരു ഭാഗം ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ രണ്ടാമത്തെ ആംഗിളിലുള്ള വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവിടെ ഒത്തിരി സ്ഥലമുണ്ടായിട്ടും യുവതി അയാൾക്ക് അടുത്തേക്ക് നീങ്ങിപ്പോകുന്നതായിട്ടും ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വലിയ തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആരോപണത്തിൽ കടമ്പുണ്ടെന്ന് ഒരു ഭാഗം പറഞ്ഞു, അതിൽ യാതൊരു കടമ്പുമില്ല, ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തിയതെന്ന് മറ്റൊരു ഭാഗം ആരോപിക്കുന്നുണ്ട്. പക്ഷേ എന്ത് വന്നാലും ഇവിടെ ഒരു ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. ആ ജീവൻ പൊലിഞ്ഞ ആ നിമിഷം മുതൽ വലിയ തരത്തിലുള്ള പരാതി പ്രവാഹമാണ് യുവതിക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പേർ യുവതിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിൽ രാഹുൽ ഈശ്വർ ഫോക്കസ് ടിവിയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വേദനിപ്പിച്ചൊരു സംഭവമാണ്. ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയോ വർഗീയവൽക്കരിക്കുകയോ ചെയ്യരുത്. ദീപത്തിന്റെ ആത്മഹത്യ, ദീപക് നമ്മുടെ കുടുംബാംഗമായി നമ്മൾ കാണണം. നമ്മുടെ മകന്, സഹോദരന്, അച്ഛന് ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവിധ പിന്തുണയും ദീപകിന് നമ്മൾ കൊടുക്കണം, ദീപകിന്റെ കുടുംബത്തിന് നമ്മൾ കൊടുക്കണം. ഇതിനെ രാഷ്ട്രീയപരമായിട്ടോ വർഗീയപരമായിട്ടോ അല്ല നമ്മൾ കാണേണ്ടത്. പകരം പലപ്പോഴും പുരുഷൻ നേരിടുന്ന വിഷമത്തിന്റെ, പുരുഷൻ നേരിടുന്ന വേദനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാണേണ്ടത്. എല്ലാവിധ പിന്തുണയും വേണം. ആ പെൺകുട്ടിയെയും ഇനിയും പ്രതികാരം ചെയ്യണമെന്നല്ല, നീതി വേണം, നിയമം വേണം, നിയമ നടപടികൾ വേണം. ഞാൻ ഇന്നലെ DGPക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും കംപ്ലൈന്റ് കൊടുത്തിരുന്നു. ഇന്നലെ DGP അതിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. കൺസേൺഡ് പോലീസ് സ്റ്റേഷന് ഭാഗമായിട്ട് അവർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദീപകിന്റെ ഫാമിലിക്ക് നമ്മളിപ്പോൾ ഒരു ചെറിയ ധനസഹായം പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ രീതിയിൽ പോസിറ്റീവായി ചെയ്യണം, ആരുടെയും നെഗറ്റീവ് ആക്കാനല്ല നമ്മൾ ഈ അവസരത്തിൽ ഉദ്ദേശിക്കേണ്ടത്. ഇനിയെങ്കിലും ഭാവിയിൽ ഇതേപോലത്തുള്ള ഇൻഫ്ലുവൻസേഴ്സും റീച്ച് കിട്ടാനും ലൈക്ക് കിട്ടാനും ചെയ്യുന്ന പെൺകുട്ടികൾ ഓർക്കുക, മറുഭാഗത്തൊരു പുരുഷനാണ്. അവർക്കും എന്താ പറയുന്നത്, നിങ്ങൾക്കും അച്ഛനും ആങ്ങളമാരും ഉണ്ട്, അച്ഛനും സഹോദരങ്ങളും ഉണ്ട്. അതുകൊണ്ട് അവരുടെ ജീവിതം എടുക്കുന്ന രീതിയിൽ അവരെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും ഇത്തരം വ്യാജ പരാതി, വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കാനും നിങ്ങൾ തുനിയരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. രാഹുൽജി, അതിനകത്ത് മെയിനായിട്ടൊരു ചോദ്യം എന്ന് വെച്ചാൽ, ഇതിനകത്ത് ദീപകിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ദീപകിനുണ്ടാകുന്ന പിന്തുണ പോലെ തന്നെ ആ യുവതിക്കും പിന്തുണ ഉണ്ടാകുന്നുണ്ട്. അവർ പറഞ്ഞു ആ ദീപക് കുറ്റം ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കുറ്റവും ചെയ്തിട്ടില്ല. ആ വീഡിയോ കണ്ടാൽ വളരെ ക്ലിയർ ആണ്. ദീപക് എന്താ ചെയ്തത്? ഈ പെൺകുട്ടിക്ക് കൈ വീശി, കൈ വിടർത്തി വീഡിയോ എടുക്കാൻ സ്ഥലമുണ്ടെങ്കിൽ ഈ പെൺകുട്ടി മാറി നിൽക്കാത്ത എന്താ? ദീപകിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മോശം ഇതുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കണ്ടക്ടറോട് പരാതി പറഞ്ഞില്ല? അവിടെ കൂടിയുള്ള ബാക്കി ആൾക്കാരോടും പരാതി പറഞ്ഞില്ല? പല ആംഗിളുകളിൽ വീഡിയോ എടുക്കാൻ ഈ കുട്ടിക്ക് ഇത്രയും സൗകര്യം ഉണ്ടായിരുന്നില്ലേ ബസ്സിൽ? എന്ത് ചെയ്തു എന്നാ പറയണത്? ദീപക് ആ സൈഡിൽ നിന്നപ്പോ ഈ പെൺകുട്ടി ആ ബസ് സ്റ്റോപ്പ് ചെയ്തപ്പം ദീപക് മുമ്പിലോട്ട് ആഞ്ഞു. ഇത് മാത്രമാണുള്ളത്. ദീപകിന്റെ പുറകിൽ നിന്നല്ലേ ഈ പെൺകുട്ടി വീഡിയോ എടുക്കുന്നത്? എന്തൊക്കെ കള്ളത്തരങ്ങളാണ് പറയുന്നത്? അതുകൊണ്ട് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്ത് ആ പെൺകുട്ടിക്കെതിരെ നടപടി ഉണ്ടാകണം. അതോടൊപ്പം നിയമപരമായി സാധ്യമായ കാര്യങ്ങൾ ഉണ്ടാകണം. പുരുഷ കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കും. ശ്രീ രാഹുൽ, ഇതിനകത്ത് ഒരു വിഭാഗം സ്ത്രീകൾ, സ്ത്രീപക്ഷ അനുകൂലികൾ എന്ന് പറയുന്നവർ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അയാൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ട്. അയാൾ എന്ത് ചെയ്യുന്നെന്നാ പറയണേ? എന്ത് ചെയ്യുന്നു എന്നാ പറയണേ?
ഞാൻ ആ വീഡിയോ കണ്ടതാണ്. അയാൾ എന്ത് ചെയ്യുന്നെന്നാ പറയുന്നത്? ആ യുവതി പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ദീപക് മറ്റൊരു സ്ത്രീയോട് കാണിക്കുന്നത് കണ്ടിട്ടാണ് മോശമായി പെരുമാറുന്നത്. അതിന്റെ വീഡിയോയും തെളിവും എവിടെ? ആ പെൺകുട്ടി എവിടെ? അതുകൊണ്ടാണ് കള്ളം പറയുന്നതാണ്. അത് ഇത് സ്ഥിരമുള്ള ഒരു നമ്പറാണ്. ബാക്കി ഏതെങ്കിലും സ്ത്രീക്ക് വേണ്ടി പോരാടുകയാണെന്ന് പറയുന്നത് സ്ഥിരം പറയുന്ന ഡ്രാമയും നമ്പറുമാണ്. ആ പെൺകുട്ടി അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷേ ആ പെൺകുട്ടി അറിഞ്ഞിരിക്കേണ്ട കാര്യം, അവരുടെ പുറകെ ഞങ്ങൾ ഉണ്ടാകും. ഒരു ദിവസമെങ്കിലും അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടത്തിക്കും. അത് ട്രെൻഡാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് ആണുങ്ങളെ അധിക്ഷേപിച്ചും അപമാനിച്ചും സ്വയം അതിജീവിതകളായി അഭിനയിച്ചും കൊണ്ട് ലാഭമുണ്ടാക്കാനും റീച്ച് ഉണ്ടാക്കാനുമുള്ള ചിലരുടെ കുൽസിത ശ്രമങ്ങളാണ്. അതിനെ അതിശക്തമായ രീതിയിൽ പ്രതിരോധിക്കണം, പ്രതിഷേധിക്കണം, അതിശക്തമായ രീതിയിൽ നടപടിയെടുക്കണം. ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് അവർക്ക് ഉണ്ടാവുന്നത്? അവർക്ക് റീച്ച് കിട്ടുന്നു, ലൈക്ക് കിട്ടുന്നു, അവർ അതിജീവിതകളാകുന്നു, സ്ത്രീപക്ഷ പോരാളികളാകുന്നു. അല്ലാതെ അവർക്ക് എന്താ ഗുണം? ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, ബസ്സിൽ ഇങ്ങനെ വരുന്ന ഭാഗങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ഒരുപക്ഷെ സത്യസന്ധമായി പറയുന്ന അല്ലെങ്കിൽ യാഥാർത്ഥ്യം പറയുന്ന സ്ത്രീകൾക്ക് പോലും അത് യഥാർത്ഥത്തിൽ ഇവർ ഏറ്റവും വലിയ ദ്രോഹം ചെയ്യുന്നത് യാഥാർത്ഥ്യം പറയുന്ന സ്ത്രീകളോടാണ്. യഥാർത്ഥത്തിൽ സത്യസന്ധമായി ഈ വിഷയങ്ങളിൽ ഇടപെടുകയും സത്യസന്ധമായി ഈ വേദന അപമാനിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും ഇവർക്കെതിരെ ലീഗൽ ആക്ഷൻ ഉണ്ടാകണം. അതിന് ഏതറ്റം വരെ പോവുകയും ചെയ്യും. ഇതിന്റെ ലീഗൽ ആക്ഷൻ എങ്ങനെയായിരിക്കും? ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട്. ആ കുടുംബം പരാതി കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കോടതിയെ സമീപിക്കും. ഏത് രീതിയിലും ഈ പെൺകുട്ടി ചെയ്ത ഈ അന്യായത്തിന്, അധർമ്മത്തിന് ആ പെൺകുട്ടിക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. എപ്പോഴും പുരുഷന്മാർക്കെതിരെ ഒരു പ്രശ്നം നമ്മൾ ആദ്യം കേൾക്കുന്ന പേര് രാഹുൽ ഈശ്വറിൻ്റെതാണ്. അതെന്തുകൊണ്ടാണ്? വേറെ പുരുഷന്മാർക്ക് വേണ്ടി അങ്ങനെ പോരാടാൻ അധികം ആൾക്കാരില്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം. നിങ്ങൾ എല്ലാവരും ആ പോരാട്ടത്തിൽ ഇറങ്ങണം. കാര്യം ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി വന്നപ്പോൾ നമ്മൾ ആരെങ്കിലും ഉമ്മൻചാണ്ടി സാറിനെ സപ്പോർട്ട് ചെയ്തോ? നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി വന്നപ്പോൾ നമ്മൾ ആരെങ്കിലും നിവിൻ പോളിയെ സപ്പോർട്ട് ചെയ്തോ? ഇവരെല്ലാം കള്ളപ്പരാതി എന്തിന് ദിലീപിന് അനുകൂലമായി കോടതി വിധി വന്നിട്ടെങ്കിലും ശ്രീ ദിലീപിനെ പല ആൾക്കാരും സപ്പോർട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്? സവാദ് മാത്രമാണോ ഈ നാട്ടിലുള്ളത്? ഉമ്മൻചാണ്ടി സാറില്ലേ, നിവിൻ പോളി ഇല്ലേ, സിദ്ദിഖില്ലേ, അങ്ങനെ എത്രയോ പേരുണ്ട്. ഇനി സവാദ് അടക്കമുള്ളവര് കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് ഏറ്റവും ശക്തമായ ശിക്ഷ മേടിച്ചു കൊടുത്തോട്ടെ. ഒരു സവാദ് എന്ന് പറഞ്ഞ എല്ലാ പുരുഷന്മാരും സവാദാണോ? ഒരിക്കലും അല്ല. പിന്നെ എന്തർത്ഥത്തിലാണ് അത് പറയുന്നത്? പക്ഷേ സവാദിനെ പോലുള്ളവർ നാട്ടിലുണ്ട് എന്നുള്ളത് കൂടി അവരെ ശിക്ഷിക്കണം. സവാദിനെ പോലുള്ളവർ മാത്രമല്ലല്ലോ ഉമ്മൻചാണ്ടി സാറിനെതിരെ കള്ളപ്പരാതി കൊടുത്ത സ്ത്രീകളെ പോലെ കമ്മീഷൻ വേണമെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എതിർക്കുന്നതിന്റെ പ്രധാന കാരണം സവാദിനെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ മെൻസ് കമ്മീഷൻ വേണമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ളവരും നിവിൻ പോളിയെ പോലുള്ളവരും ദിലീപിനെ പോലുള്ളവരും സിദ്ദിഖിനെ പോലുള്ളവരും ഒമർ ലുലുവിനെ പോലുള്ളവരും ഇടവേള ബാബുവിനെ പോലുള്ളവരും ഇവർക്കൊക്കെ ജീവിക്കണ്ടേ? രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവരും. രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ളതെന്ന് പറയണ്ട. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോടതി കൺവിക്ഷൻ വെച്ചിട്ടില്ല. അത് കള്ളം പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ കോടതി കണ്ടെത്തി വരുമ്പോൾ നമ്മൾ വിധിക്കേണ്ടത് ആര് പറയുന്നത്? ആദ്യ 2 കേസിലും തെളിവുണ്ടെന്നല്ലേ പറഞ്ഞത്? ആദ്യ 2 കേസിലും തെളിവ് ആയിക്കോട്ടെ, മേൽക്കോടതികളിലേക്ക് പോകുമല്ലോ. ആദ്യ 2 കേസിലും തെളിവുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്തായി കോടതി അദ്ദേഹം റേപ്പ് അലിഗേഷൻ നിലനിൽക്കില്ലെന്നല്ലേ പറഞ്ഞത്? ആദ്യ 2 കേസിലും അതെന്താ ഒരു മീഡിയ ഹൈലൈറ്റ് ചെയ്യാത്തത്? അതെന്താ ഒരു മീഡിയ പറയാത്തത്? ഉണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. മേൽക്കോടതിയിലേക്ക് പോകുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിച്ചോട്ടെ. തെളിയിക്കുന്നത് വരെ നമുക്ക് പറയായിരുന്നൂലേ? റേപ്പിസ്റ്റ് വിളിക്കായിരുന്നൂലേ? അത് മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ. ഹോപ്പ്ഫുള്ളി അത് വരട്ടെ, നമുക്ക് പ്രതീക്ഷിക്കാം. രാഹുൽ ഈശ്വർ പറയുന്നത് ഇതൊരു ട്രെൻഡായി മാറുന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ റീച്ചിന് വേണ്ടി, തങ്ങളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി തങ്ങൾക്ക് എന്തും നടത്താം, അല്ലെങ്കിൽ എന്തും ശരിയാക്കാം, ആരെയും മോശക്കാരാക്കാം എന്നുള്ള രീതിയിലേക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വരുന്നത്. മാത്രമല്ല ഇവിടെ ഇതിനു മുമ്പും സമാനമായ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ പെട്ടെന്നുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടോ ചിലർ കാണിക്കുന്നത് കാരണം ഉണ്ടാകുന്നത് സത്യസന്ധമായി ആരോപണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സത്യസന്ധമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പ്രതികരിക്കാൻ സ്ത്രീകൾ മടിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ അതിൽ പ്രതികരിക്കുമ്പോൾ പോലും ഒരുപക്ഷെ വ്യാജമാണെന്നുള്ള ആരോപണം ഉണ്ടാക്കാനും സാഹചര്യമുണ്ടെന്നും ഇതിൽ ഒരു വിഭാഗം പറയുന്നുണ്ട്. മറ്റൊന്ന്, ഇവിടെ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ അബ്യൂസ് അല്ലെങ്കിൽ ഇതുപോലുള്ള അബ്യൂസ് വ്യാജമായി ഉണ്ടാക്കുമ്പോൾ അതിൽ കൃത്യമായ അബ്യൂസ് നടത്തുന്നവർ പോലും, അതായത് വേട്ടക്കാർ പോലും ഇതിലിപ്പോൾ ഉത്സാഹിക്കുന്നുണ്ടാകും, ആഘോഷം നടത്തുന്നുണ്ടാകും. കാരണം നാളെ അവർ നടത്തിയാലും അവർക്ക് ഇരവാദം മുടക്കാൻ സാധിക്കുമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോയിലെ യാഥാർത്ഥ്യം എന്തുമായിക്കോട്ടെ അത് കൃത്യമായി പരിശോധിക്കുന്നതിന് പകരം അവിടെ സോഷ്യൽ മീഡിയയിലിട്ട് അതിനെ വ്യാപകമായി അതിനെ പ്രചരിപ്പിക്കുകയും അതിലൂടെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന, ഒരു കുടുംബത്തിൻ്റെ നാഥനായിരുന്ന ആൾ മരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, നമുക്കൊരു ആരോപണം വന്നാൽ, നമുക്കെതിരെ ഒരു അബ്യൂസ് ഉണ്ടായാൽ അത് പ്രതികരിക്കാൻ ഇനിയെങ്കിലും സ്ത്രീകൾ തയ്യാറാകണം എന്നുള്ളതാണ്. അവിടെ ആര് തന്നെ ആയിക്കോട്ടെ, അവിടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീക്ക് പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാൽ അവിടെ ആദ്യം ഓടിയെത്തുക പുരുഷന്മാർ തന്നെയായിരിക്കും. അത് ബസ്സിൽ വെച്ചായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, അവിടെ പുരുഷന്മാർ തന്നെയായിരിക്കും ഓടിയെത്തുക. അവർ കൃത്യമായി പ്രതികരിക്കുകയും ചെയ്യും. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ പോലും പ്രതികരിക്കുന്നതിന് പകരം വീഡിയോ ദൃശ്യങ്ങളെടുത്ത്
അതിനെ പ്രചരിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചത് എന്നുള്ളതും ആരോപണങ്ങളായി ഉയരുന്നുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരാൾക്ക് പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ആദ്യം പ്രതികരിക്കാൻ നിൽക്കുന്നത് പുരുഷന്മാരാണെന്നിരിക്കെ തന്നെ അവിടെ നിങ്ങൾ പ്രതികരിക്കുന്നതിന് പകരം വീഡിയോ ദൃശ്യങ്ങൾ എടുത്ത് നിൽക്കട്ടെ. ആ വീഡിയോ ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്നുള്ള ചോദ്യം ഇവിടെ നിൽക്കുന്നു. ആ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പരാതി കൊടുത്തില്ല എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, നിങ്ങൾക്ക് പ്രതികരിക്കേണ്ട സമയമാണ്. നിങ്ങൾ പ്രതികരിച്ചാൽ ഉറപ്പായും ജനങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നത്. ആ പ്രതികരണം ഉണ്ടാകുന്നത് അപ്പോൾ ചോദിക്കും, ഞങ്ങൾ പ്രതികരിച്ചില്ല ചോദിച്ചാൽ പ്രതികരണം ഇങ്ങനെയല്ല ഉണ്ടാകേണ്ട, സ്പോട്ടിൽ പ്രതികരിക്കണം. അവിടെ നിങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങൾക്ക് സപ്പോർട്ടായി, നിങ്ങൾക്ക് പിന്തുണയുമായി ഒട്ടനവധി പേർ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും. അത് കാലം സാക്ഷിയാണ്, കാലം തെളിയിച്ചിട്ടുള്ളതുമാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഈ സമയത്ത് പോലും എന്തുകൊണ്ട് പ്രതികരിക്കുന്നതിന് പകരം ദൃശ്യങ്ങൾ പകർത്തി അത് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതും പ്രസക്തമായ ചോദ്യമായി ഇവിടെ നിൽക്കുന്നു. അപ്പോഴും ഈ യുവതി, സോഷ്യൽ മീഡിയ ബ്ലോഗറായ യുവതി, അതുപോലെ ലീഗിൻ്റെ വാർഡ് മെമ്പറായിരുന്ന യുവതി, അവർ പരാതിപ്പെടാനോ ആരുടെങ്കിലും പരാതി പറയാനോ മുതിരാതെ പകരം ചെയ്തത് ഇതാ എനിക്കിങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ ദൃശ്യങ്ങൾ ഒരിടത്തും അവിടെ ആ യുവതിക്ക് നേരെ അതിക്രമം നടത്തുന്നതായിട്ടുള്ള യാതൊരു തെളിവും കണ്ടെത്താനും കഴിയത്തില്ല. അവിടെ ഉണ്ടാകുന്നത് ബസ് ചവിട്ടി നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ആക്ഷനിൽ നിന്നുണ്ടായത് മാത്രമാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ അവിടെ യുവതി പറയുന്നത് അങ്ങനെയല്ല, എനിക്ക് അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്, എനിക്കെതിരെ അതിക്രമം നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രചരിപ്പിച്ചതെന്ന് ഒരു ഭാഗത്ത് പറയുമ്പോഴും ഇവിടെ ആ യുവാവിന്, അതായത് ദീപകിന് വേണ്ടിയിട്ട് വലിയ തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാകുന്നുണ്ട്. ദീപകിൻ്റെ കുടുംബമടക്കം മാനനഷ്ടത്തിനുള്ള പരാതിയുമായി പോകുന്നുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് യുവതിക്കെതിരെ കേസെടുക്കണമെന്ന് പരാതിയുടെ പ്രവാഹവും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഇനിയെങ്കിലും ഇതൊരു ട്രെൻഡായി മാറുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം. കാരണം ദീപക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. പകരം അതിനെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊരു കുടുംബത്തെ മൊത്തത്തിൽ ബാധിക്കും. അതിൽ പല വിഷയങ്ങളുണ്ടാകാം, ഒരുപക്ഷെ മറുവശം ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുമ്പോഴും ഇവിടെ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്നുള്ള ചോദ്യം നിൽക്കുമ്പോൾ മറുവശത്തുണ്ടാകുന്ന ചോദ്യം, അങ്ങനെ പരാതിപ്പെട്ടാൽ അവിടെയും എന്ത് നീതി കിട്ടുമെന്നാണ് ഉറപ്പുള്ളത് എന്നുള്ള ചോദ്യവും പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ചെയ്യുന്നത് പരാതിപ്പെടുക എന്നുള്ളതാണ്. നിങ്ങൾ പ്രചരിപ്പിച്ചല്ലോ, എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്നുള്ള ചോദ്യവും അവിടെ പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും അതിനൊക്കെ പകരം ഇവർ ചെയ്തത് സോഷ്യൽ മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടി, സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടി മാത്രമായി അവർ വീഡിയോ പ്രചരിപ്പിക്കുകയും അതിനുശേഷം അവരൊരു എക്സ്പ്ലെയിനറുമായി വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ റീച്ചിന് വേണ്ടി ചെയ്യുന്നതല്ല, പകരം ഇതാണ് നടന്നിട്ടുള്ളതെന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വലിയ തരത്തിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ അവർ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ലോക്ക് ചെയ്ത് വെക്കുന്ന സാഹചര്യത്തിൽ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്ത് തന്നെ ആയാലും ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ദീപക് ഇഹലോകവാസം വെടിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അതിൽ ശരിയോ തെറ്റോ എന്തുമുണ്ടാകട്ടെ, അവിടെ ഒരാളുടെ ജീവൻ സോഷ്യൽ മീഡിയയിലൂടെ അതിക്രമത്തിനെതിരെ പോയിരിക്കുകയാണ്. അതിൽ എന്ത് മറുപടിയാണ് പറയാൻ പറ്റുക എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്.